മലയാള കവിതയെ ലൗകികമായ അതിപ്രസരത്തിൽ നിന്ന് മോചിപ്പിച്ച് ആത്മീയവും ദാർശനികവുമായ ഔന്നത്യത്തിലേക്ക് നയിച്ച കൃതിയാണ് കുമാരനാശാന്റെ നളിനി. ജീവിതത്തിലെ അനിവാര്യമായ സംഘർഷങ്ങളെ തത്വചിന്താപരമായ ബോധ്യത്തിലൂടെ എങ്ങനെ ലഘൂകരിക്കാമെന്നതിന് നളിനിയും ദിവാകരനും തമ്മിലുള്ള സംവാദം വലിയൊരു ദൃഷ്ടാന്തമാണ്. മലയാള കവിതയിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് കുമാരനാശാന്റെ നളിനി. ലൗകികമായ പ്രണയത്തിനപ്പുറം ആത്മീയവും ദാർശനികവുമായ തലങ്ങളിലേക്ക് പ്രണയത്തെ ഉയർത്തിയതിലൂടെ ജീവിതത്തിലെ വലിയൊരു സംഘർഷത്തിന് പരിഹാരം കാണാൻ ആശാന് സാധിച്ചു. സ്നേഹമാണഖിലസാരമൊഴിയിൽ എന്ന് പാടിയ കവി നളിനിയിലൂടെ ജീവിതത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്ന വലിയൊരു തത്വചിന്തയാണ് അവതരിപ്പിക്കുന്നത്. ലൗകികതയും ആത്മീയതയും തമ്മിലുള്ള സംഘർഷം ഈ കൃതിയിൽ കാണാൻ സാധിക്കും. നളിനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷം താൻ സ്നേഹിച്ച ദിവാകരനെ ലഭിക്കാത്തതാണ്. എന്നാൽ ദിവാകരൻ പ്രതിനിധീകരിക്കുന്നത് വിശ്വപ്രേമത്തെയാണ്. ലോകത്തോട് മുഴുവനുമുള്ള സ്നേഹത്തിനു വേണ്ടി വ്യക്തിപരമായ സ്നേഹത്തെ ത്യജിച്ചവനാണ് ദിവാകരൻ. തൻ്റെ പ്രണയത്തെ അഖിലസാരമായ സ്നേഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലൂടെ നളിനിയുടെ ഉള്ളിലെ വിരഹദുഃഖം ഇല്ലാതാകുന്നു. ലൗകിക ബന്ധങ്ങളെക്കാൾ വലുതാണ് ആത്മീയമായ ഐക്യമെന്ന ബോധം ജീവിതകാഠിന്യത്തെ കുറയ്ക്കുന്നു. നളിനിയുടെ മരണം ഒരു സാധാരണ അന്ത്യമല്ലെന്ന് ഈ കൃതി വ്യക്തമാക്കുന്നു. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സംഘർഷം മരണഭയമാണ്. എന്നാൽ നളിനിയുടെ മരണത്തെ ആശാൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ദുരന്തമായല്ല, മറിച്ച് കേവല സുഖമോക്ഷാവസ്ഥ അഥവാ സമാധിയായിട്ടാണ്. ജീവിതം കൊണ്ട് നേടാൻ കഴിയാത്തത് മരണം കൊണ്ട് നളിനി നേടിയെടുത്തു എന്ന് പുസ്തകം നിരീക്ഷിക്കുന്നു. മരണത്തെ ശാന്തിയിലേക്കുള്ള ഒരു വഴിമാറ്റമായി കാണുന്നതിലൂടെ ജീവിത സംഘർഷങ്ങളുടെ ഭീകരത ഇല്ലാതാകുന്നു. നളിനിയിലെ ആന്തരിക സംഘർഷങ്ങൾ വെറും വൈകാരികമല്ല, മറിച്ച് ദാർശനികമാണ്. ഭൗതികമായ ജീവിതവും ആത്മീയമായ ലക്ഷണങ്ങളും തമ്മിലുള്ള ഉരസലാണിത്. വിരക്തനായ ദിവാകരൻ്റെ ഉള്ളിൽ പോലും നളിനിയുടെ സാന്നിധ്യം ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തത്വചിന്താപരമായ കരുത്തുകൊണ്ട് അവർ അതിനെ അതിജീവിക്കുന്നു. വികാരങ്ങളെ വിവേകം കൊണ്ട് നേരിടുക എന്ന ബുദ്ധദർശനവും അദ്വൈത ചിന്തയും ഇവിടെ സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. നിസ്വാർത്ഥമായ സ്നേഹം എന്താണെന്ന് ഈ കൃതി നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൽ നിന്നാണല്ലോ ലോകം ഉദ്ഭവിക്കുന്നത് എന്ന ആശാന്റെ ദർശനം നളിനിയിലുടനീളം കാണാം. സ്വന്തമാക്കുക എന്നതല്ല സ്നേഹം, മറിച്ച് സ്നേഹമായി തീരുക എന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് കവിത പഠിപ്പിക്കുന്നു. നളിനി തൻ്റെ പ്രണയിനി എന്ന നിലയിൽ നിന്ന് ദിവാകരൻ്റെ ശിഷ്യയായി മാറുന്നത് ഈ പരിണാമത്തിൻ്റെ ഭാഗമാണ്. സ്വാർത്ഥത വെടിയുമ്പോൾ ജീവിതത്തിലെ പരാതികളും പരിഭവങ്ങളും കുറയുന്നു. തൻ്റെ സ്നേഹം ലക്ഷ്യമല്ല, മറിച്ച് മോക്ഷത്തിലേക്കുള്ള മാർഗമാണെന്ന് നളിനി തിരിച്ചറിയുന്നു. സ്വാർത്ഥമായ സ്നേഹം സംഘർഷമുണ്ടാക്കുമ്പോൾ അത് ആത്മത്യാഗമായി മാറുമ്പോൾ സമാധാനം ലഭിക്കുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന ദർശനം ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. നളിനിയും ദിവാകരനും ഇവിടെ രണ്ട് അവസ്ഥകളിലാണ്. ദിവാകരൻ ആത്മീയമായ ജീവിതത്തോടുള്ള ആശാന്റെ ആഭിമുഖ്യത്തെ സൂചിപ്പിക്കുമ്പോൾ നളിനി ആശാന്റെ കവിഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവരുടെ സംഗമം ലൗകികതയും ആത്മീയതയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പരിഹാരമാണ്. സ്നേഹം ആത്മത്യാഗമാണെന്നും ലോക നന്മയ്ക്കായി സ്വയം സമർപ്പിക്കലാണ് ഉന്നതമായ ജീവിതമെന്നും കവിത സമർത്ഥിക്കുന്നു. ഹിമാലയത്തിൻ്റെ പശ്ചാത്തലം കവിതയ്ക്ക് നൽകുന്ന ഗാംഭീര്യം ചെറുതല്ല. പ്രകൃതിയുടെ വിശാലതയ്ക്ക് മുന്നിൽ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ എത്ര നിസ്സാരമാണെന്ന് ആശാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയുമായുള്ള ഈ താതാത്മ്യം മനുഷ്യൻ്റെ ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കുകയും സംഘർഷങ്ങളെ നേരിടാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു.